സുഹൃത്തുക്കളെ നമസ്കാരം. ചില ആൾക്കാർ നമ്മൾ പണ്ട് പറയും, അമ്മാവൻ എന്നെ ചന്ദനവടി കൊണ്ട് അടിച്ചാലും ഞാൻ നന്നാകത്തില്ലെന്ന്. ആ ഒരു ഗണത്തിൽപ്പെട്ട ഒരു പാർട്ടിയാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പുള്ളിക്കാരത്തി ഈ ചെന്ന് ഇടപെടുന്നതെല്ലാം എന്താ പറയുന്നത്, മോശപ്പെട്ട കാര്യങ്ങളിലാണ്. ഒരിടത്തുനിന്നും രക്ഷപ്പെട്ട് പോരാനൊക്കത്തില്ല. അപ്പോഴത്തേനാണ് മഞ്ചേരിയിലെ ഒരു ആശുപത്രി ഉദ്ഘാടനം ഏതാണ്ട് പരിപാടിക്ക് അവിടെ ചെന്നപ്പോഴത്തേന് അവിടുത്തെ ഒരു ചെയർപേഴ്സണുമായിട്ട് പുള്ളിയുടെ ഒരു സംഭാഷണമൊക്കെ പുറത്ത് വന്നു. സംഭാഷണമല്ല, അവിടുത്തെ വേദിയിൽ നടന്നൊരു അവർ തമ്മിലുള്ള ഒരു സംവാദം ഒക്കെ പുറത്ത് വന്ന്. അപ്പോൾ ഈ വീണ ജോർജിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ ഈ മേനി നടിച്ച് നടക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ശൈലജ ടീച്ചറുടെ കൂട്ടുള്ള ഒരു ചെറിയ കാര്യപ്രാപ്തിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രജ്ഞതയോ ഒന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ് വീണ ജോർജ്. അതുകൊണ്ട് അവർക്കെങ്ങനെങ്കിലും ഈ ഇവരെ കാണുമ്പോഴത്തേന്, പത്രക്കാരെ കാണുമ്പോഴത്തേന്, അല്ലെ 10 പേരെ കാണുമ്പോഴത്തേന് ഒരു ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയണമെന്നല്ലാതെ അവരുടെ പ്രസക്തി എന്താണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. ഏതായാലും ആ ചെയർപേഴ്സണ് അവരെ പൊളിച്ചടക്കി കൈ കൊടുത്തു. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്പോർട്സ് വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ. പിന്നെ സ്പോർട്സ് വകുപ്പായ കാരണം ആരും കാര്യമാക്കി എടുക്കുന്നില്ല. ഇപ്പോൾ ഈ മെസ്സിയെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേനാണ് ഇപ്പം ഇതിനെപ്പറ്റി ഒരു ചർച്ചയൊക്കെ വന്ന് പുള്ളി പറഞ്ഞിരിക്കുന്നത് അവിടെ മലപ്പുറത്ത് സ്റ്റേഡിയം ഉണ്ടാക്കും, ഇതൊക്കെ ഇങ്ങനെ വിടുവായത്തൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഏതായാലും പുള്ളി മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പുള്ളിയെ കളിയാക്കിക്കൊണ്ട് പുള്ളിയോട് പങ്കെടുത്ത ആ പരിപാടിക്ക് മെസ്സിയുടെ ജേഴ്സി ഇട്ടാണ് പിള്ളേർ ചെന്ന് അവിടുന്ന് പുള്ളിയെ സ്വീകരിച്ചതും പുള്ളി കൊടുത്ത മെമൻറ്റോ ഒക്കെ മേടിച്ചതും ഒക്കെ. അപ്പോൾ ഇത്രയ്ക്കും വിവരം കെട്ട മന്ത്രിമാരാണ് നമ്മളെ ഭരിക്കുന്നത്. എന്തോ ചെയ്യാനാണ്, സഹിക്കല്ലാതെ മാർഗമില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്.